നമ്മളുടെ റീസണിംഗ് ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഞ്ജു. ഓഗസ്റ്റ് മുതൽ നമ്മളുടെ എക്സാം സീസൺ സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ? എന്തായി എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് ഒക്കെ? നന്നായിട്ട് നടക്കുന്നോ? നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ. നിങ്ങൾ നന്നായി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നമ്മളുടെ ബാങ്ക് എക്സാമിൽ, അത് ഏത് ബാങ്ക് എക്സാമോ ആയിക്കോട്ടെ, അതിൽ ഉറപ്പായിട്ടും ഏറ്റവും കൂടുതൽ മാർക്സിന് ചോദിക്കുന്ന ടോപ്പിക്കുകളിൽ ഒന്നായ സീറ്റിംഗ് അറേഞ്ച്മെന്റിലെ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റുമായിട്ടാണ്. നമുക്ക് റീസണിംഗ് സെക്ഷനിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെയുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻറ്റയർ സിലബസ്. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണുക. കാരണം നമുക്ക് ഏതൊക്കെ ടോപ്പിക്കിനാണ് വെയിറ്റേജ് കൂടുതൽ എന്നൊക്കെ അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ ഡെഫിനറ്റ് ആയിട്ടും കാണാം. ഓക്കെ, എങ്കിലും നമുക്ക് നമ്മളുടെ ക്ലാസ്സിലേക്ക് പോകാം. ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്. എന്താ ഈ ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്? നിങ്ങൾക്ക് ഈ ഫിഗർ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ കുറേ അധികം പേഴ്സൺസ് ചെയർ ഇട്ടിരിക്കുകയാണ് അല്ലെ? ഈ ചെയറിന്റെ പൊസിഷൻസ് എങ്ങനെയാണ്? സ്ട്രെയിറ്റ് ലൈൻ അല്ലെ? ഇവരെല്ലാവരും എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ അറേഞ്ച്മെന്റ് ആണ് ഇവിടെ. ആക്ച്വലി ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഇവിടെ എന്താ? പേഴ്സൺസ് എല്ലാവരും ചെയറിൽ സ്ട്രെയിറ്റ് ലൈൻ പൊസിഷനിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, സ്ട്രെയിറ്റ് ലൈൻ അറേഞ്ച്മെന്റ്. ഓക്കെ, എങ്കിൽ ഈ ഫസ്റ്റ് റോയിലുള്ള പേഴ്സണും ഈ ലാസ്റ്റ് റോയിലുള്ള പേഴ്സൺസിനും എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലോ അല്ലെ? അതായത് ഈ പേഴ്സൺസിനെ എല്ലാം നോക്കിക്കേ, ഇവരെല്ലാവരും നമ്മളെ ഫേസ് ചെയ്തായിരിക്കുന്നത്. ദേ ഈ ചേട്ടനെ നോക്കിക്കേ, നമുക്കൊരു ഹായ് ഒക്കെ തരുന്നുണ്ട് അല്ലെ? എന്ന് പറഞ്ഞാൽ ഈ റോയിലുള്ള പേഴ്സൺസ് എല്ലാവരും നമ്മളെ ഫേസ് ചെയ്താണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ലാസ്റ്റ് റോയിലുള്ള പേഴ്സൺസ് നമ്മളോട് പിണക്കമാണെന്ന് തോന്നുന്നു. അവർ നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫേസ് ചെയ്യുന്നത് അല്ലെ? ഞാനിപ്പോൾ ഒരു വേർഡ് പറഞ്ഞു. എന്തുവാ അത്? ഡയറക്ഷൻ. എന്താ പറഞ്ഞേ? ഡയറക്ഷൻ, ദിശ. സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ പേഴ്സൺസിന്റെ ഡയറക്ഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ മെജോറിറ്റി ആസ്പിറൻസിനും ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യമാണ് ഡയറക്ഷൻ. അത് നന്നായിട്ട് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് സീറ്റിംഗ് അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, so in seating arrangement direction is very 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 important one. ഈ മിഡിൽ റോയിൽ ഇരിക്കുന്ന ആൾക്കാരോ ഇവര് വേണ്ട ഈ ഒരു ഡയറക്ഷനിലോട്ടാ അല്ലെ? ഒരു ചരിവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഏത് ഡയറക്ഷനിലോട്ടും പേഴ്സൺസിനെ പ്ലേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കാം. സോ അത് നമ്മൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കണം. സ്റ്റാർട്ട് ചെയ്യാം. ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, സ്ട്രെയിറ്റ് ലൈൻ അറേഞ്ച്മെന്റ്, അതിലെ തന്നെ പേഴ്സൺസിനെ ഇപ്പൊ കുറേ അധികം ആൾക്കാരെ ഞാൻ ഇരുത്തി, ഞാൻ ഒരു ലൈനായിട്ട് റെപ്രസെന്റ് ചെയ്തു. ഇതിൽ തന്നെ ഞാൻ ഈ പേഴ്സൺസ് എല്ലാം ഈ ഡയറക്ഷനിലോട്ട് ഫേസ് ചെയ്യാണ് എന്ന് പറയാ. ഇത് ഏതാ ഡയറക്ഷൻ? ഇതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? നോർത്ത് ഡയറക്ഷനിലോട്ട് ഫേസ് ചെയ്യാണെന്ന് വിളിക്കാം. നമ്മൾ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു ഡയഗ്രാം ഉണ്ടല്ലോ. എന്താ അത്? ഒരു കോമ്പസ് നീഡിലിന്റെ, ഓർക്കുന്നുണ്ടോ? ഓൾറെഡി നമുക്ക് ഡയറക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്, അതിലും നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട് അല്ലെ? നോക്കിക്കേ, നോർത്ത്, സൗത്ത്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് അല്ലെ? ഇതെന്താണ്? ഇത് ഏത് ഡയറക്ഷനാ? നോർത്ത് ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇത് ഏത് ഡയറക്ഷനാ? സൗത്ത് ആണ്. ഓക്കെ, ഇതാണെങ്കിലോ ദിസ് ഈസ് വെസ്റ്റ് ആൻഡ് ദിസ് ഈസ് ഈസ്റ്റ്. നമുക്ക് റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡാ. ഓക്കെ, നമ്മൾ നമ്മുടെ സ്വന്തം ഡയറക്ഷൻ എന്തായിട്ട് റെപ്രസെന്റ് ചെയ്യുക? നോർത്ത് ആയിട്ട് അങ്ങ് അസ്യൂം ചെയ്യാം. അതാകുമ്പോൾ ഉള്ളൊരു ഗുണമുണ്ട്, നമുക്ക് ലെഫ്റ്റും റൈറ്റും ഒക്കെ മനസ്സിലാക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. ഇപ്പൊ നമ്മുടെ സ്വന്തം ഡയറക്ഷൻ നോർത്ത് ആണല്ലോ, എങ്കിൽ ലെഫ്റ്റും റൈറ്റും ഏതായിരിക്കും? നമ്മളുടെ തന്നെ റൈറ്റും നമ്മളുടെ തന്നെ ലെഫ്റ്റും. സോ ദിസ് ഈസ് റൈറ്റ് ആൻഡ് ദിസ് ഈസ് ലെഫ്റ്റ് പറയാമല്ലോ നമുക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൗത്ത് ആണെങ്കിലോ നേരെ തിരിയും. ഇതായിരിക്കും റൈറ്റ്, ഇതായിരിക്കും ലെഫ്റ്റ്. ക്ലിയർ? ഓക്കെ, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓരോ പേഴ്സൺസിൻ്റെയും ലെഫ്റ്റും റൈറ്റും ഒക്കെ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. ഇപ്പം നോർത്ത് ആയിട്ട് അസ്യൂം ചെയ്യുമ്പോൾ നമുക്ക് തനിയെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ലെഫ്റ്റും റൈറ്റും അസ്യൂം ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മളുടെ സ്വന്തം ഡയറക്ഷൻ നോർത്ത് ആയിട്ട് അസ്യൂം ചെയ്യുക. നമ്മൾ ആ പൊസിഷൻസിൽ നിൽക്കുന്നതായിട്ട് എന്ത് ചെയ്താൽ മതി? അസ്യൂം ചെയ്താൽ മാത്രം മതി. ലെഫ്റ്റും റൈറ്റും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല? തെറ്റില്ല. ക്ലിയർ? എങ്കിൽ ഈ ആദ്യത്തെ കേസിൽ ഇവിടെ ഓൾ ദി പേഴ്സൺസ് ആർ ഫേസിങ് ടുവാർഡ്സ് നോർത്ത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ കേസിൽ ഇതായിരിക്കും എന്തെന്ന് പറയാം? എനിക്ക് ലെഫ്റ്റ് എൻഡ് എന്ന് പറയാം. ഇതായിരിക്കും എന്ത്? റൈറ്റ് എൻഡ് ഓഫ് ദി റോ. ഡൗട്ട് ഉണ്ടോ? ഇതായിരിക്കും ലെഫ്റ്റ് എൻഡ്, ഇതായിരിക്കും റൈറ്റ് എൻഡ്. ബിക്കോസ് ഹിയർ ഓൾ ദി പേഴ്സൺസ് ആർ ഫേസിങ് ടുവാർഡ്സ് നോർത്ത്.
കുഴപ്പമില്ലല്ലോ. അങ്ങനെയെങ്കിൽ വേറൊരു സീറ്റിംഗ് അറേഞ്ച്മെന്റ്. all the persons are facing towards south. സൗത്ത് ആണെങ്കിൽ ഇതായിരിക്കും എന്ത്? റൈറ്റ് എൻഡ്. കാര്യം എന്താ? ഇവിടെ എല്ലാ പേഴ്സൺസും എന്താ? സൗത്തിലേക്കാ ഫേസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ദിസ് ഈസ് ദി റൈറ്റ് എൻഡ് ആൻഡ് ദിസ് ഈസ് ദി ലെഫ്റ്റ് എൻഡ്. വെരി 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 ഇമ്പോർട്ടൻറ്റ് വൺ. കാരണം ഇത് ഞാൻ എടുത്ത് പറയാനുള്ള റീസൺ, ഇപ്പം മേ ബി നമ്മളോട് ക്വസ്റ്റ്യനകത്തിൽ ഒരു സെന്റൻസ് ഉണ്ടാകും അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടാകും. എല്ലാ പേഴ്സൺസ് ഇപ്പം എ സിറ്റ്സ് സെക്കൻഡ് ഫ്രം ദി ലെഫ്റ്റ് എൻഡ്. എന്താ പറഞ്ഞേ? എ സിറ്റ്സ് സെക്കൻഡ് ഫ്രം ദി ലെഫ്റ്റ് എൻഡ്. ആദ്യത്തെ കേസിലാണെങ്കിൽ എ എവിടെ വരും? ആദ്യത്തെ കേസിലാണെങ്കിൽ എ ഇവിടെ വരത്തുള്ളൂ. കാരണം ഇതാണ് ലെഫ്റ്റ് എൻഡ്. സോ ഇത് ഫസ്റ്റ് ലെഫ്റ്റ്, ഇത് സെക്കൻഡ് ലെഫ്റ്റ്. സെക്കൻഡ് ഫ്രം ദി ലെഫ്റ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരൂ. ഈ കേസിലാണെങ്കിൽ അതായത് ഈ സൗത്തിന്റെ കേസിലാണെങ്കിൽ എ സിറ്റ്സ് സെക്കൻഡ് ഫ്രം ദി ലെഫ്റ്റ് എൻഡ് എന്ന് പറഞ്ഞാൽ എ ഇവിടെ വരൂ. കാരണം ഇവരെല്ലാവരും എങ്ങോട്ടേക്കാ ഫേസ് ചെയ്യുന്നത്? സൗത്തിലേക്കാണ് ഫേസ് ചെയ്യുന്നത്. എല്ലാ ആൾക്കാരും എങ്ങോട്ടേക്കാ? സൗത്തിലേക്കാ. ദാറ്റ് മീൻസ് എല്ലാവരുടെയും ഡയറക്ഷൻ സെയിം ആണെങ്കിൽ ലെഫ്റ്റ് എൻഡും റൈറ്റ് എൻഡും ആ എല്ലാവരുടെയും ഡയറക്ഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എല്ലാവരുടെയും ഡയറക്ഷൻ എന്താ? സെയിമാ. സോ ആ ഡയറക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും ലെഫ്റ്റ് എൻഡും റൈറ്റ് എൻഡും തീരുമാനിക്കുക. ക്ലിയർ ആയോ? ഓക്കെ. അങ്ങനെയെങ്കിൽ എല്ലായ്പ്പോഴും ഇങ്ങനെ മാത്രമായിരിക്കണമെന്നില്ലല്ലോ ക്വസ്റ്റ്യൻ വരിക. എല്ലാവരും ഒരേ ഡയറക്ഷൻ മാത്രമായിരിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സംടൈംസ് എന്താ, കുറച്ച് ആൾക്കാർ നോർത്തിലേക്കും കുറച്ച് ആൾക്കാർ സൗത്തിലേക്കും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും വരാം. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും നമുക്ക് ഈ എല്ലാ ആൾക്കാരുടെയും കൂടെ ഡയറക്ഷൻ മിക്സ് ചെയ്ത് എൻഡിന്റെ ഡയറക്ഷൻ പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ റൈറ്റ് എൻഡ് ലെഫ്റ്റ് എൻഡ് എന്ന പേഴ്സൺസിന്റെ ഡയറക്ഷൻ നോക്കി പറയാൻ പറ്റില്ല. അത് നമ്മളുടെ നോർമൽ കേസ് ആയിരിക്കും. എന്ത്? ലെഫ്റ്റ് എൻഡ് ഇത് തന്നെ, റൈറ്റ് എൻഡ് ഇത് തന്നെ. ഇത് നമ്മളുടെ നോർമൽ കേസ്. ഓർത്തിരിക്കുക. വെരി 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 ഇമ്പോർട്ടൻറ്റ് വൺ. ക്ലിയർ ആണോ? നമ്മൾ എല്ലാ ടൈപ്പും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. സോ ഡോണ്ട് വറി. എങ്ങനെയാണ് 1 മിനിറ്റ് 1.5 മിനിറ്റിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകും. അത് ഇപ്പം നിങ്ങൾ സ്പീഡിൻ്റെ ഒന്നും പുറകിന് പോകണ്ട. ഞാൻ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ അറിയാതെ തന്നെ എന്ത് ചെയ്തോളും? സ്പീഡ് കൂടിക്കോളും. ഓക്കെ. എങ്കിലും നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കാരണം ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് ഓരോ കണ്ടീഷൻസും എങ്ങനെ മാർക്ക് ചെയ്യണം എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകാം. എങ്കിലും നമുക്ക് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിച്ചേ. There are 8 people are sitting in a row facing north. ശ്രദ്ധിക്കേണ്ട കാര്യം, ടോട്ടൽ എത്ര പേഴ്സൺസ് ഉണ്ട്? അവരുടെ എല്ലാവരുടെയും ഡയറക്ഷൻ തന്നിട്ടുണ്ടോ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് all the persons are facing towards north. and എത്ര പേഴ്സൺസ് ഉണ്ട്? ടോട്ടൽ 8 പേഴ്സൺസ് ഉണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഇത് ചുമ്മാ വായിച്ചുകൊണ്ടിരിക്കരുത്. ഓരോ സെന്റൻസും വീണ്ടും വായിച്ചുകൊണ്ടിരുന്ന് സമയം കളയരുത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഓരോ സെന്റൻസ് വായിക്കുക, കണ്ടീഷൻസ് നോട്ട് ചെയ്യുക. ഓക്കെ. ആദ്യത്തെ കണ്ടീഷൻ, ഇസഡ് സിറ്റ്സ് ഫോർത്ത് ടു ദി ലെഫ്റ്റ് ഓഫ് വി. എയ്തർ ഇസഡ് ഓർ വി സിറ്റ്സ് അറ്റ് ദി എൻഡ് ഓഫ് ദി റോ. വലിയ സെന്റൻസസ് ആണെന്നിരിക്കട്ടെ, പാർട്ടായിട്ട് വായിക്കുക. നമുക്ക് ഒരുമിച്ച് വായിച്ചാൽ മനസ്സിലാകുന്നില്ലെങ്കിൽ പാർട്ടായിട്ട് വായിച്ചാൽ മതി. റീസണിങ് സെക്ഷനിൽ നിന്ന് എത്ര വേഗം നമ്മൾ തന്നിരിക്കുന്ന കാര്യം വായിച്ച് മനസ്സിലാക്കുന്നോ അത്ര വേഗം നിങ്ങളുടെ ക്വസ്റ്റ്യൻ സോൾവ് ആകും. ഓക്കെ. എങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. എന്താ? ഇസഡ് സിറ്റ്സ് ഫോർത്ത് ടു ദി ലെഫ്റ്റ് ഓഫ് ബി. കണ്ടീഷൻസ് എങ്ങനെ എഴുതാം? ഇസഡ് സിറ്റ്സ് ഫോർത്ത് ടു ദി ലെഫ്റ്റ് ഓഫ് ബി. അതായത് എല്ലാ പേഴ്സണിന്റെയും ഡയറക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? നോർത്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഓരോരുത്തരുടെയും ഡയറക്ഷൻ ഞാൻ എടുത്ത് മാർക്ക് ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. കാരണം എല്ലാവരുടെയും നോർത്ത് ആണെന്ന് നമുക്ക് അറിയാം. ഓക്കെ. ബിയുടെ ഫസ്റ്റ് ലെഫ്റ്റ്, സെക്കൻഡ് ലെഫ്റ്റ്, തേർഡ് ലെഫ്റ്റ്, ഫോർത്ത് ലെഫ്റ്റ്. ക്ലിയർ ആണോ? എല്ലാവരും നോർത്തിലേക്കല്ലേ? അപ്പം നമ്മളുടെ ലെഫ്റ്റ്, നമ്മളുടെ റൈറ്റ്. ക്ലിയർ? ഇനി എന്താ ഒരു ബാക്കി പറഞ്ഞേക്കുന്നത്? എയ്തർ ഇസഡ് ഓർ വി സിറ്റ്സ് അറ്റ് ദി എൻഡ്. ഒന്നെങ്കിൽ എന്താണ്? ഒന്നെങ്കിൽ ഇസഡ് അല്ലെങ്കിൽ വി എന്ന് പറയുന്നത് എൻഡിലായിരിക്കും. ഞാൻ ഇവിടെ ഈ ആരോ ഹെഡ് ഇട്ടത് എന്തിനാന്ന് മനസ്സിലായോ? ലെഫ്റ്റിലേക്കാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ആ ആരോ ഇട്ടേക്കുന്നത്. ശ്രദ്ധിച്ചോളുക. ഇതിലൊരു കാര്യം പറഞ്ഞു, ഒന്നെങ്കിൽ ഇസഡ് അല്ലെങ്കിൽ വി എന്ന് പറയുന്നത് എവിടെയായിരിക്കും? എൻഡിലായിരിക്കും. അപ്പൊ എത്ര പോസിബിലിറ്റി വന്നു? 2 പോസിബിലിറ്റി. ഒന്നെങ്കിൽ ഇസഡ് ലെഫ്റ്റ് എൻഡില് അല്ലെങ്കിൽ വി എവിടെയായിരിക്കും? റൈറ്റ് എൻഡില്. ഉടനെ
എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പോസിബിലിറ്റി സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് എല്ലാ പോസിബിലിറ്റി മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ചെയ്യുന്നവരോട് പോസിബിലിറ്റി യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്, പോസിബിലിറ്റി യൂസ് ചെയ്യാതെ കണ്ടീഷൻസ് മാർക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കണ്ടിന്യൂസ് പ്രാക്ടീസ് കൊണ്ടാണ്. ഏത് യൂസ് ചെയ്യണം, ഇപ്പം ഇവിടെ തന്നെ 2 പോസിബിലിറ്റി വന്നു. പോസിബിലിറ്റി യൂസ് ചെയ്ത് ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണെന്നറിയാം, അടുത്ത കണ്ടീഷൻ നോക്കിയിട്ടാ. കാരണം ഇതിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു പേഴ്സണെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കണ്ടീഷനാണോ അടുത്തതെന്ന് നോക്കണം. ഇവിടെ നോക്കിക്കേ, the number of people sitting to the left of Z is the same number of people sitting to the right of S. ഇസഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള കണ്ടീഷനാ. സോ നമ്മൾ എന്ത് ചെയ്യണം, ഡയറക്റ്റ് ആയിട്ട് ഇത് രണ്ടും എന്ത് ചെയ്യുക, 2 പോസിബിലിറ്റി യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു പോസിബിലിറ്റിയിൽ നമുക്കൊരു കാര്യം ചെയ്യാം, ഇസഡിനെ ലെഫ്റ്റ് എൻഡിൽ എടുക്കാം. സോ 1 2 3 ഗ്യാപ്പിൽ ബി ഇവിടെ, ബാക്കിയുള്ള 3 പേര് ഇങ്ങോട്ട് മാർക്ക് ചെയ്തു. ഞാൻ ആദ്യമേ സ്ട്രക്ചർ വരയ്ക്കാനുള്ള റീസൺ ഇതാണ്, കാരണം നമ്മളോട് പറഞ്ഞു ഇസഡ് എൻഡിലാ, അപ്പോൾ ഇതിനിപ്പുറത്തേക്ക് ഇനി വേറെ ആള് പോകില്ല. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത കേസിൽ നമുക്ക് എന്ത് പറയാം, ബി ഇവിടെ 1 2 3 ഗ്യാപ്പിൽ ഇസഡ് ഇവിടെ, ബാക്കിയുള്ള 3 പേര് ഇവിടെ. ക്ലിയർ അല്ലേ? ഓക്കെ, നമ്മൾ ഒരേ സമയം എന്ത് ചെയ്യാൻ പോവാണ്, 2 പോസിബിലിറ്റി പോകാൻ പോവാണ്. ഓക്കെ അല്ലേ? ബാക്കി നോക്കാം. എന്താ കണ്ടീഷൻസ് പറഞ്ഞേക്കുന്നേ, ദി നമ്പർ ഓഫ് പീപ്പിൾ സിറ്റിംഗ് ടു ദി ലെഫ്റ്റ് ഓഫ് ഇസഡ് ഈസ് ദി സെയിം നമ്പർ ഓഫ് പീപ്പിൾ ടു ദി റൈറ്റ് ഓഫ് എസ്. ഇസഡിന്റെ ലെഫ്റ്റിൽ എത്ര പേരുണ്ടോ അത്രയും ആൾക്കാർ എസിന്റെ റൈറ്റിലുണ്ട്. ഇസഡിന്റെ ലെഫ്റ്റിൽ ഇങ്ങനെയൊന്നും നിങ്ങൾ കണ്ടീഷൻ എഴുതണ്ട, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ സിമ്പിൾ യൂസ് ചെയ്ത് എഴുതി കാണിച്ചതാണ്. ആദ്യത്തെ കേസ് നോക്കിക്കേ, ഇസഡിന്റെ ലെഫ്റ്റിൽ ആരുമില്ല, അപ്പോൾ ഉറപ്പായിട്ടും എസിന്റെ റൈറ്റിലും ആരും കാണാൻ പാടില്ല, എസ് ഇവിടെ വരും. സോ ഡെഫിനറ്റ് ആയിട്ടും എസ് ഈസ് ഹിയർ. ക്ലിയർ ആണോ? രണ്ടാമത്തെ പോസിബിലിറ്റിയിലോ ഇസഡിന്റെ ലെഫ്റ്റിൽ എത്ര പേരുണ്ട്, 1 2 3, അപ്പോൾ ഉറപ്പായിട്ടും എസിന്റെ റൈറ്റിൽ 3 പേരുണ്ടാകണം. എല്ലാ പേഴ്സൺസും നോർത്താണ്. സോ 1 2 3 ഗ്യാപ്പിൽ ഇവിടെ ആര് വരും, എസ് വരും. സോ എസ് ഈസ് ഹിയർ ഇൻ സെക്കൻഡ് പോസിബിലിറ്റി. ക്ലിയർ? ബാക്കി കണ്ടീഷൻ നോക്കാം. There is only one person sit between S and Y who does not sit near to Z. ശ്രദ്ധിച്ചോണേ, ഇവിടെ ഒരു കാര്യമുണ്ട്. ഒരു പേഴ്സൺ ഉണ്ട് എസിനും വൈക്കും ഇടയിൽ, ആ വൈ കഴിഞ്ഞിട്ടാണ് ഹു ഡസ് നോട്ട് സിറ്റ് നിയർ ടു ഇസഡ്. വൈ ആണ് ആരുടെ അടുക്ക വരാൻ പാടില്ലാത്തത്, ഇസഡിനടുത്ത് വരാൻ പാടില്ലാത്തത്. എന്താ പറഞ്ഞേക്കുന്നത്, വൈയും പിന്നെ ആരാണ്, നമ്മളുടെ ഇസഡും എന്തല്ല, നെയ്ബേഴ്സ് അല്ല. ഞാൻ എന്തിനാ ഇങ്ങനെ ഈ റാ പോലെ വരച്ച് കാണിച്ചത്, വൈയുടെ ലെഫ്റ്റിലും വൈയുടെ റൈറ്റിലും ആര് വരാൻ പാടില്ല, ഇസഡ് വരാനായിട്ട് പാടില്ല. അങ്ങനെയെങ്കിൽ ആദ്യത്തെ പോസിബിലിറ്റി എസ് ഇവിടാണ്, ഒരു ഗ്യാപ്പിൽ വൈ, ഈ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. കാര്യം എന്താ, ഈ ഒരു സാധ്യത മാത്രമേ ഉള്ളൂ. കാര്യം എന്താ, എസ് അവിടെയാണുള്ളത്. ഇനി ഇവിടുത്തെ കേസിലോ, ഇവിടെയാണ് എസ് ഒരു ഗ്യാപ്പിൽ വൈ ഇങ്ങോട്ടും പറ്റും, ആൻഡ് ഓൾസോ എസ് ഒരു ഗ്യാപ്പിൽ വൈ ഇവിടെ പറ്റുമോ, പറ്റില്ല. കാര്യം എന്താ, അവിടെ ഇസഡ് ആണ്, ഇസഡിനടുക്കൽ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, വൈ വരാൻ പാടില്ല. സോ ഡെഫിനറ്റ് ആയിട്ടും എസ് ഒരു ഗ്യാപ്പിൽ വൈ ഇവിടെ. ക്ലിയർ അല്ലേ? ഓക്കെ, സോ വൈ ഈസ് ഹിയർ. ഓക്കെ, ബാക്കി കണ്ടീഷൻസ് എന്താ, y sits a fourth to the right of w. y എന്ന് പറയുന്നത് wന്റെ fourth to right ആണ്. w ഇതാണെങ്കിൽ ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റ്, തേർഡ് റൈറ്റ്, ഫോർത്ത് റൈറ്റിലായിരിക്കണം ആര്, wന്റെ ഫോർത്ത് റൈറ്റിലായിരിക്കണം ആര്, y. നോക്കിക്കേ, അങ്ങനെയെങ്കിൽ ഒരു കാര്യം പറയാം, ഇവിടെ wനും yക്കും ഇടയിൽ എത്ര ഗ്യാപ്പ് ഉണ്ട്, 3 ഗ്യാപ്പ്. wന്റെ ഫസ്റ്റ് റൈറ്റ്, സെക്കൻഡ് റൈറ്റ്, തേർഡ് റൈറ്റ്, ഫോർത്ത് റൈറ്റ്. എങ്കിലും നമുക്കതൊന്ന് മാർക്ക് ചെയ്താലോ. സോ ആദ്യത്തെ പോസിബിലിറ്റിയിൽ y ഇവിടെയാണ്. സോ 1 2 3 ഗ്യാപ്പിൽ w ഈസ് ഹിയർ. ഓക്കെ, ഇനി ഇവിടുത്തെ കേസിലോ, രണ്ടാമത്തെ കേസിൽ നോക്കിക്കേ, y ഇവിടെയാണ്, 1 2 3 ഗ്യാപ്പിൽ w ഇവിടെ. മനസ്സിലാകുന്നുണ്ടോ all of you? യെസ്. എങ്കിൽ ബാക്കി കണ്ടീഷൻസ് എന്താ പറഞ്ഞേക്കുന്നത്, there is only one person sit between w and u. wനും uവിനും ഇടയിൽ ഒരു പേഴ്സൺ. നോക്കിക്കേ, ഇവിടെയാണ് w, ഇവിടെയാണ് w ഒരു ഗ്യാപ്പിൽ u, ഈ ഒരു പോസിബിലിറ്റി മാത്രമേ ഉള്ളൂ. സോ ഞാൻ എന്ത് ചെയ്തു, w ഒരു ഗ്യാപ്പിൽ u ഇവിടെ കൊടുത്തു. ക്ലിയർ? w ഒരു ഗ്യാപ്പിൽ u ഇവിടെ. ഇവിടുത്തെ കേസിലോ നോക്കിക്കേ, ഇവിടെ w ഒരു ഗ്യാപ്പിൽ ഇവിടെ s ആണ്, അപ്പൊ w ഒരു ഗ്യാപ്പിൽ u എനിക്ക് ഇവിടെ മാത്രമേ കൊടുക്കാൻ പറ്റൂ. ഇനി എനിക്ക് മിച്ചമുള്ള പൊസിഷൻസ് വേണ്ട ഇതും മാത്രമാണ്.
അല്ലെ? 2 പൊസിഷൻസ് ഇവിടെ, 2 പൊസിഷൻസ് ഇവിടെ. വേറെ ഒരു പൊസിഷനിലും എന്തില്ല, നമുക്ക് പേഴ്സൺസിനെ കൊടുക്കാനില്ല. ബാക്കി കണ്ടീഷൻസ് തീരാൻ പോവാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. യു സിറ്റ്സ് ടു ദി ലെഫ്റ്റ് ഓഫ് എക്സ്. യു എന്ന് പറയുന്നത് എക്സിന്റെ ലെഫ്റ്റിലാണ്. യു എന്ന് പറയുന്നത് എക്സിന്റെ ലെഫ്റ്റിൽ. നിങ്ങൾ നോക്കിക്കേ, എക്സിന്റെ ലെഫ്റ്റിൽ എവിടെ വേണേലും വരാം. ഇപ്പൊ നോക്കിക്കേ, യു സിറ്റ്സ് ടു ദി ലെഫ്റ്റ് ഓഫ് എസ്. ഇവിടെയാണ് ഓൾറെഡി യു. അപ്പൊ യു എക്സിന്റെ ലെഫ്റ്റിൽ വരണേ, എക്സിന് വരാൻ ഈ ഒരു പൊസിഷൻ മാത്രമേ ഉള്ളൂ ഈ പോസിബിലിറ്റിയിൽ. സോ എക്സ് ഈസ് ഹിയർ. അങ്ങനെയെങ്കിൽ മിച്ചമുള്ളത് ആരാ? ടി ആണ് പിന്നെ മിച്ചമുള്ളത്. സോ ആ ടിയെ എനിക്ക് എവിടെ കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ? ഇവിടെ കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അടുത്ത കണ്ടീഷൻ ഒന്ന് നോക്കിക്കേ. ഡബ്ല്യു ഡസ് നോട്ട് സിറ്റ് നിയർ ടു ടി. ടിയുടെ അടുത്ത് ആര് വരാൻ പാടില്ല? ഡബ്ല്യു വരാൻ പാടില്ല. ഇവിടുത്തെ കേസിൽ ഡബ്ല്യുവിനടുത്ത് ആര് വന്നു? ടി വന്നു. അതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ഈ പോസിബിലിറ്റി തെറ്റാണ്. ക്ലിയർ ആയോ? എങ്ങനെയാ നമുക്ക് മനസ്സിലാകുന്നതെന്ന്? ഉറപ്പായി ഇതായിരിക്കും നമ്മളുടെ ആൻസർ. അങ്ങനെയാണെങ്കിൽ യു ഇവിടെയാണെങ്കിൽ എക്സിന് ഇവിടെയും വരാമായിരുന്നു, എക്സിന് ഇവിടെയും വരാമായിരുന്നു. ഒരു പക്ഷേ എക്സ് ഇവിടെയാണെങ്കിൽ ടി എനിക്ക് ഇവിടെ കൊടുക്കാം. എക്സ് ഇവിടെയാണെങ്കിലോ നോക്കിക്കേ, എക്സ് ഇവിടെ വന്ന ടി ഞാൻ ഇവിടെ കൊടുക്കണം. പക്ഷെ ഡബ്ല്യുവും ടിയും അടുപ്പിച്ച് വരാൻ പാടില്ല. ആ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് എന്ത് പറയാം? എക്സ് ഉറപ്പായിട്ടും എവിടെയായിരിക്കും? എക്സ് ഇവിടെ, മിച്ചം വന്ന ടി ഇവിടെ. ക്വസ്റ്റ്യൻ സോൾവ്ഡ്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ കാര്യം. ഞാൻ ഈ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കണ്ടീഷൻസും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ടൈം എടുത്തത്. നമുക്കൊരിക്കലും എക്സാമിന് ഇത്രയും ടൈം എടുക്കില്ല. ഇത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. നമ്മൾ ആ ഓരോ കണ്ടീഷൻസും എന്ത് ചെയ്യുക? വേഗത്തിൽ വായിക്കുക, കണ്ടീഷൻസ് നോട്ട് ചെയ്യുക. പോസിബിലിറ്റി പോകേണ്ട ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോസിബിലിറ്റി പോകുക. പക്ഷെ ഒരിക്കലും നിങ്ങൾ പോസിബിലിറ്റിയെ മാത്രം കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്യരുത്. നമുക്ക് സിംഗിൾ പോസിബിലിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താണ് സിംഗിൾ പോസിബിലിറ്റി? ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, പക്ഷെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരേ സമയം 2 പോസിബിലിറ്റി പോകുന്നതാണ് നല്ലത്. ഓക്കെ, എങ്കിൽ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ക്വസ്റ്റ്യൻ സോൾവ് ആയോ? ഇല്ല. എന്താ? നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള സബ് ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഒരു പസിലിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാംസിന് ചോദിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? ഹൗ മെനി പീപ്പിൾ ആർ സിറ്റിംഗ് ടു ദി ലെഫ്റ്റ് ഓഫ് എക്സ്. എക്സിന്റെ ലെഫ്റ്റിൽ എത്ര പേരുണ്ട്? നോക്കിക്കേ, ഇതാണ് നമ്മളുടെ ആൻസർ അല്ലെ? ഇതാണ് നമ്മളുടെ ആൻസർ. നോക്കാം, എക്സിന്റെ ലെഫ്റ്റിൽ എത്ര പേരുണ്ട്? എക്സിന്റെ ലെഫ്റ്റിൽ ഇതാണ് എക്സ്. എക്സിന്റെ ലെഫ്റ്റിൽ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. സോ നമ്മളുടെ ആൻസർ ഓപ്ഷൻ എ ഇസ് ദി റൈറ്റ് ആൻസർ. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൗ മെനി പീപ്പിൾ ആർ സിറ്റിംഗ് ബിറ്റ്വീൻ എക്സ് ആൻഡ് ടി. എക്സിനും ടിക്കും ഇടയിൽ എത്ര നമ്പർ ഓഫ് പേഴ്സൺസ് ഉണ്ട്? നോക്കിക്കേ, ഇതാണ് എക്സ്, ഇതാണ് ടി. ഇവർക്കിടയിൽ എത്ര പേരാ ഉള്ളത്? 1, 2, 3 പേര്. ദാറ്റ്സ് ഇറ്റ്. വേഗത്തിൽ ആൻസർ മാർക്ക് ചെയ്യാം. ഓപ്ഷൻ സി. വെരി സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ. ഹു എമംഗ് ഫോളോയിങ് സിറ്റ്സ് സെക്കൻഡ് ടു ദി ലെഫ്റ്റ് ഓഫ് ടി. ടിയുടെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ ആരാണ്? ടിയുടെ സെക്കൻഡ് ടു ലെഫ്റ്റിൽ ആരാ? ഇതാണ് ടി. ടിയുടെ ഫസ്റ്റ് ലെഫ്റ്റിൽ എസ്, സെക്കൻഡ് ലെഫ്റ്റിൽ ആരാ? ഇസഡ്. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ആ ഡയറക്ഷൻ ഓർത്തോണം. എല്ലാവരും നോർത്താണ്. ഓക്കെ, ഇവിടെ ഏത് വരും ആൻസർ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഇസഡ്. ക്ലിയർ ആയോ? നമുക്ക് ആ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഏത് സബ് ക്വസ്റ്റ്യൻ ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്തതോ. ഹു എമംഗ് ദി ഫോളോയിങ് സിറ്റ്സ് അറ്റ് ദി എൻഡ്സ്. എൻഡിൽ ഇരിക്കുന്നവരാരാ? റൈറ്റ് എൻഡിലും ലെഫ്റ്റ് എൻഡിലും ഒക്കെ ഇരിക്കുന്നവരാരാണ്? നോക്കാം നമുക്ക്. നമ്മുടെ എൻഡിൽ ആരാ ഉള്ളത്? ദേ ഇവിടെ യു, ഇവിടെ വി. യുവും വിയും ആണ് നമ്മളുടെ എൻഡിലുള്ള പേഴ്സൺസ്. സോ ഓപ്ഷൻ ബി ആണ് യുവും വിയും. ഓക്കെ, സംടൈംസ് ഇവർ എന്താ പറയുന്നത്, ഓർഡറും വെച്ച് സ്പെസിഫൈ ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇവിടെ അങ്ങനെ ഒരു കുഴപ്പമില്ല. യുവും വിയും മാത്രം ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ആൻഡ് ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഹു ഈസ് ഇമ്മീഡിയറ്റ് റൈറ്റ് ഓഫ് വൈ. വൈയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാണ്? വൈയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാ? ഇതാണ് വൈ. വൈയുടെ ഇമ്മീഡിയറ്റ് റൈറ്റിൽ ആരാ ഉള്ളത്? വി. ദാറ്റ്സ് ഇറ്റ്. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. ഇതാണ് ലീനിയർ സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ എല്ലാ പേഴ്സൺസും ഒരു ഡയറക്ഷൻ. ഇപ്പൊ നമ്മൾ ചെയ്തത് എല്ലാ പേഴ്സൺസും നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെ മാത്രമല്ല, എല്ലാ പേഴ്സൺസും സൗത്തിലേക്കും ഡിഫറെന്റ് ഡയറക്ഷൻസും ഒക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ഇത് നന്നായിട്ട് മനസ്സിലായോ? നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, എങ്കിൽ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓൾ ദ ബെസ്റ്റ്.